ഗായ്സ് വെൽക്കം ബാക്ക് ടു എത്രാമത്തെയോ ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട് എത്രാമത്തെയോ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ സമയം 6:51. പക്ഷെ വലിയ ഇരുട്ടായോ എന്ന് വെച്ചാൽ ഇരുട്ടായില്ല. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നോക്ക് 6:30 ഇത്ര വലിയൊരു ഇരുട്ടൊന്നും ആയില്ല. പിന്നെ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമായിരിക്കും. അല്ല 6:51 ഇത്ര വലിയ വലുതായിട്ടില്ല. എന്നാലും പുറത്ത് കൂട്ടി ഇറങ്ങാനുള്ളൊരു കണക്ക്. എനിക്ക് വല്ല വേറെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയതല്ലേ അല്ലേ. എന്നിട്ട് ഞങ്ങളിപ്പോൾ കടയിൽ പോയി ഒരു പാരമീനും മേടിച്ചു, ഒരു ബിങ്കോ എല്ലാം മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി അങ്ങോട്ട് ബാക്കി അങ്ങോട്ട് പോകണ്ട പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? സത്യത്തിൽ ഈ സമയത്തൊന്നും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. നിന്നെ കാണുന്നില്ലല്ലോ. ഇത് ഇപ്പം ഇരുട്ടായോ? ഞാൻ നടന്നു പോകാം. അപ്പം ഞങ്ങൾ കടയിൽ പോയതാണ്. ഞങ്ങളുടെ റേറ്റ് എന്തോ പറയല വിസരണോ. അപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. നോക്കൂ ആകാശത്തിൽ എന്തോ റെഡ്. എന്താ എൻ്റെ ക്യാമറയിൽ കുഴപ്പമാണ് ചോന്നിരിക്കുന്നത്. രസമുണ്ട്. എൻ്റെ ഇതിൽ ക്യാമറ നല്ല റെഡ് കളറിലിരിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ട് വലിയൊരു ഇതില്ല. മഴ മേലെ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ നാളെ എനിക്ക് എക്സാമിനോട് കഴിച്ചു അങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്ന ഓരോ സാധനങ്ങൾ എത്തിക്കുന്നത്. എന്തെല്ലാം പൊതുപ്പ് എടുക്കുന്നു, അതെടുക്കുന്നു, വെള്ളക്കുപ്പി നിറയ്ക്കുന്നു, ബാഗ് അങ്ങനെ ഓരോന്നൊക്കെ നിറച്ചു കൊടുക്കുകയാണ് ഗൈസ്. പിന്നെ കോല ഇങ്ങനെ വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് കളർ അടിച്ച് ഇപ്പം അതിൻ്റെ ഒരു ഇതൊന്നും കാണുന്നില്ല. അതാ വെച്ചിട്ട് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ബാഗെല്ലാം പാക്ക് ചെയ്തു. നമ്മൾ പോക്ക് പണ്ണ് കുറച്ച് നടക്കാനിട്ട് എടുത്തഴി. ഇതെല്ലാം വൃത്തിയാക്കണം ഗൈസ്. വന്നപ്പോൾ കറണ്ട് പോയി ഗൈസ്. ഇപ്പം നമ്മൾ മെത്തേനെ വിരിച്ചു. കറക്റ്റ് എത്തിയപ്പോൾ കറണ്ട് പോയി. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഒന്നും കാണുന്നില്ലല്ലേ ഗൈസ്. ഞാനും അമ്മയും ഇതെടി പൂച്ച പോകുന്നത്. നമ്മുടെ പുറകെ വന്ന പൂച്ച. ഞാനും അമ്മയും കൂടി ഇപ്പോൾ സാധനം കുറച്ച് സാധനം മേടിക്കാൻ പോകുന്നതാണ്. നമുക്ക് വഴിയെ കാണാം ഗൈസ്. ഞങ്ങൾ മറ്റേ ഗ്യാസിൻ്റെ കുറച്ച് സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ സാധനമെല്ലാം മേടിച്ച് പിന്നെ അങ്ങോട്ട് ഒന്ന് വീഡിയോ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. വീഡിയോ ഒന്നും എടുത്തില്ല, മാത്രമേ എടുത്തേ. നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് സാധനമെല്ലാം മേടിച്ചിട്ട്. ഇവനിപ്പോൾ കൂട്ടാൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ നടക്കണ്ട. പാലത്തും കടവ്, അങ്ങാടിക്കടവ്. ഗൈസ് അങ്ങനെ പഴംപൊരിയും ചായയും തിന്നു ഗൈസ്. ടേസ്റ്റ് ഉണ്ട്. എത്ര ചൂണ്ടോ മൈ ഗോഡ്. അങ്ങനെ ചൂട് ഗൈസ്. കഴിച്ചൊക്കെ കിട്ടി. അത് കേടാൻ തോന്നുന്നു. ഇഷ്ടമല്ലെന്ന് അറിയില്ല. പപ്പടം കണ്ടപ്പോഴത്തെ കുത്തിയിട്ട് അത് തുളയായി ഗൈസ്. എനിക്ക് കണ്ണു കാണുന്നില്ല. ഇവന് തിന്നിട്ട് പോയപ്പോരേ. ഞാൻ കുത്തി തുളയാക്കി ഗൈസ്. നമ്മളിന് മണ്ടക്കോട്ട് പോകണം. എന്നാൽ ഞാനിവിടെ കുറേ വിറകെടുത്ത് ഞാൻ 6 പ്രാവശ്യം ഒന്ന് ഇറങ്ങും താഴെ ഇടുകയും. അപ്പോൾ എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ് ഗൈസ്. അയ്യോ എഗെയിൻ നമ്മൾ വീണ്ടും വന്ന്. എനിക്ക് നല്ല മടിയുണ്ട്. ഇവൻ പണിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പോവാണ് ഗൈസ്. നൂഡിൽസ് ഗായ്സ്. നമ്മൾ നല്ലൊരു നൂഡിൽസ് ഉണ്ടാക്കിയപ്പം ഈ നൂഡിൽസിൻ്റെ വീഡിയോ വേറെ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം
അങ്ങനെയൊന്നും അറിയില്ല. നല്ല രസമുണ്ട്. കുറച്ച് എരിവ് കൂടി പോയെന്നുള്ളൂ, അഡ്ജസ്റ്റ് ആക്കാം. തിന്നു വരുമ്പോൾ നല്ല രസമുണ്ട്. കുറച്ച് എരിവ് കൂടി പോയെന്നുള്ളൂ, വേറെ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പക്ഷേ മീൻ പൊരിക്കാൻ കയറി ഗൈസ്. നമ്മൾ ചോറും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കപ്പ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി കപ്പയും മീൻ പൊരിച്ചും തിന്നുകയാണ്. കറണ്ട് പോയി, അപ്പം എംബോസിഷനൊക്കെ എഴുതിക്കൊണ്ട് നിൽക്കുവാണ്. ഇതിലേക്ക് കത്തിച്ച് വെച്ചിട്ട് രാവിലെ തന്നെ മഴയാണ്, ക്ലാസ്സിൽ പോകാൻ മടിയാണ്. അങ്ങനെ കഴിച്ച് മഴയത്ത് ഇതാ ക്ലാസ്സിൽ പോകാൻ കുടയും ചൂടിയിട്ട് നല്ല മടിയാവുന്നുണ്ട്. നോക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടേനും കസിനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ മടിയുണ്ട്. വേഗം ഒഴിയാനൊന്ന് ഉച്ച കഴിഞ്ഞ് ഒരു 2:30 ഞാൻ ഇവിടെ എത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിൽ പോകുന്നതാണ് ഗൈസ്. അപ്പം വലിയ കാണാൻ ഗൈസ്. നല്ല മഴയുണ്ട്, നല്ല മഴയല്ല, ചാറൽ പോലത്തെ ഒരു മഴയാണ്. പക്ഷെ എന്നാലും എന്തോ പോലെ. നമ്മളങ്ങനെ എത്തി ഗൈസ്. വീട്ടിൽ 2:30 ആകുമ്പോൾ എത്തി. എന്നിട്ട് വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഞാൻ. അപ്പോൾ പിന്നെ നല്ല മാങ്ങ കിട്ടി ഗൈസ്. മാങ്ങ എന്താണ് നല്ല രസമുണ്ട്. നല്ല അങ്ങനെ ടെറസ് വരുന്ന മാങ്ങ കഴിക്കുവാണ് സുഹൃത്തുക്കളെ. പിന്നെ എൻ്റെ അടുക്ക് പഠിക്കാനുണ്ട്. നമ്മളങ്ങനെ അച്ചാറെല്ലാം മേടിച്ചു. നമ്മളെ വീട്ടിൽ പോവാണ് ഗൈസ്. അങ്ങനെ കാറ്റും മഴക്കും വീട്ടിൽ വന്ന് ഇപ്പം ചക്കയും അമ്മക്ക് കാറ്റും മഴത്തൊരു മാങ്ങ കിട്ടി. അമ്മ അത് വന്നാട് അച്ചാറിട്ട് ഇപ്പം ചക്കയും മീൻ പൊരിച്ചും തിന്നുവാണ്. നല്ല രസമുണ്ട്. കറണ്ടെല്ലാം പോയി ഗൈസ്. ഇനി എപ്പോൾ കറണ്ട് വരുന്നതെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്, നല്ല രസമുണ്ട്. ചൂടോടെ ഇപ്പം ആക്കി വെച്ചേ നല്ല രസമുണ്ട് തന്നെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അമ്മാരെല്ലാം കാറ്റത്ത് പോയി ഗൈസ്. നമ്മളെ പ്ലാസ്റ്റിക് എല്ലാം പോയി. എല്ലാം പണിയെടുക്കാനുള്ളതാണ് സിമെൻ്റ് മൂടിയിട്ടേക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ രാവിലെ തന്നെ കുറച്ച് ഞാവൽപ്പഴം കിട്ടി. അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഞാൻ എടുക്കുകയാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുത്താണ് ഗൈസ്. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഇപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ്. കണ്ടോ മേഘമെല്ലാം കണ്ട് ഇപ്പം മഴ പെയ്യാൻ ചാൻസ് ആയിട്ട് മഴ പെയ്യും എന്നുള്ളൊരു ഇതിൽ നിൽക്കലാണ്. ഇപ്പം പെയ്യും, കണ്ട് ഇടിയെല്ലാം പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കുട നനക്കാതെ വീട്ടിലെത്തണം. അപ്പോൾ കാണാം ഗൈസ്. ഇപ്പം എങ്ങനെയാണ് മേഘത്തിൻ്റെയൊക്കെ ഒരു കാലാവസ്ഥ. രസമുണ്ടല്ലേ കാണേ, കൊള്ളാം. വേഗം വീട്ടിലേക്ക് ചലിക്കാൻ കഴിച്ചു നമുക്ക്. എൻ്റെ കുടം നനയ്ക്കരുത് എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഇടിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഇടിക്കെല്ലാം മഴക്കും മുമ്പ്. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ക്യാമറ ഇതിങ്ങനെ ഞാൻ നടക്കുമ്പോൾ അനുസരിച്ച് ഇത് കുലുങ്ങും അല്ലേ. അതന്നെ, ഇടിമുഴുങ്ങി കാഴ്ച. ഞങ്ങളെ പൂച്ച വീണ്ടും ഗർഭിണിയാണ്. താക്കുടവേ ഹൊയ് കുമ്പ കാണിച്ചു കൊടുത്താ എല്ലാവർക്കും. പാവം പൂച്ച എന്ന് വെച്ചാൽ കൈസ്, പാവം പൂച്ച. ഇതിൻ്റെ കുട്ടിയാണ് അപ്പുറത്തിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ആ പൂച്ചേൻ്റെ 3-മത്തെയോ 4-മത്തെയോ 5-മത്തെയോ എത്ര പ്രസവം എനിക്കറിയില്ല. അതിനകത്തുണ്ടായിരുന്ന ഒരു കുട്ടിയാണിത്. 2 ഉണ്ടായിരുന്നു, ഒരാൾ ചത്തുപോയി. ഇപ്പം ഇവ മാത്രമേ ഉള്ളൂ. തക്കടേ എന്നടി. അങ്ങനെ ഈവനിങ്ങിലായപ്പോൾ ചക്കയോടെല്ലാം ഉണ്ടാക്കി കഴിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഗായ്സ്.